റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മുസ്ലിം ഉമ്മത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു ഖന്തക്ക് യുദ്ധം. ആ ഖന്തക്ക് യുദ്ധവേളയിൽ അത്രയും വലിയ പ്രതികൂല സാഹചര്യത്തിൽ പോലും സ്വഹാബത്ത് അവിടെ ആ കിടങ്ങ് ആ ഖന്തക്ക് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ആ ഒരു സന്ദർഭത്തിൽ പോലും ആ കിടങ്ങ് കുഴിക്കുന്ന സന്ദർഭത്തിൽ അവർ പാടിയ കവിതാ ശകലങ്ങൾ സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് അവർ ആ കിടങ്ങ് കുഴിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെയുണ്ട്. അവർ പാടിയത് വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സ്വല്ലൈന. അവർ പറഞ്ഞത് വല്ലാഹുവേ ഈ ഒരു സന്മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഹിദായത്ത് നീ ഞങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ വലാ തസദ്ദഖ്ന വലാ സ്വല്ലൈന, ഞങ്ങൾ സ്വതക്ക നൽകുമായിരുന്നില്ല, ഞങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ല. ഓരോന്ന് അവരെടുത്തു പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ നന്ദി പറയാണ്. ഈ ഒരു ഹിദായത്താകുന്ന ഈ ഒരു വലിയ അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകിയത് കൊണ്ടാണ് ഈ രൂപത്തിൽ ഞങ്ങളുടെ ജീവിതം പരിവർത്തിക്കാൻ സാധിച്ചത്. അത് ഞങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതേ രൂപത്തിലൊന്നും ആകുമായിരുന്നില്ലെന്ന് ആ ഒരു സന്ദർഭത്തിൽ അവരനുസ്മരിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക, സന്ദർഭം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ശത്രുക്കൾ ആ മദീനയെ മുഴുവൻ വളയാൻ പോവാൻ, അത്രയും വലിയ പ്രതികൂല സാഹചര്യത്തിൽ പോലും ആ വലിയ അനുഗ്രഹത്തെ വാഴ്ത്തിക്കൊണ്ട് അവർ പാടാണ്. കാരണം അതിന്റെ വില കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം, ഇതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ അടിയുറച്ച് എല്ലാം നേടി അവസാനം സ്വർഗത്തിലെത്തുന്ന സ്വർഗവാസികളായിട്ടുള്ള ആളുകൾ പോലും ആ സ്വർഗത്തിൽ എത്തുന്ന സന്ദർഭത്തിൽ പോലും അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ട് അവർ പറയുന്നു. സൂറത്തുൽ അറാഫിന്റെ 43-ാമത്തെ വചനത്തിൽ അവർ പറയാം, സ്വർഗവാസികളുടെ ഒരു വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്. അവർ പറയും വഖാല അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അവർ പറയാണ്, ഓ അല്ലാഹ് ഞങ്ങളെ ഈ മാർഗത്തിലേക്ക്, ഈ സത്യത്തിലേക്ക് നയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് സർവ്വസ്തുതിയും. നീ ഞങ്ങളെ ഈ സന്മാർഗത്തിലേക്ക് നയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ നേർവഴിയിൽ ഞങ്ങൾ എത്തുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ പോലും അവരതിന് നന്ദി പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ മതത്തിലേക്ക് നമ്മൾ അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നമുക്ക് നൽകി അനുഗ്രഹിച്ചതാണ്. ഇപ്പൊ നമ്മളെക്കാൾ ഭൗതികമായിട്ട് എല്ലാം കീഴടക്കിയ നിരവധി ആളുകൾ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നുണ്ടാവും. പക്ഷേ ഹിദായത്താകുന്ന ആ വലിയ അനുഗ്രഹം ലഭിക്കാതെ പോയ നിരവധി ആളുകൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകും. പക്ഷെ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നമുക്ക് ആ ദീൻ നൽകി അനുഗ്രഹിച്ചത്. സൂറത്തുൽ അൻആമിന്റെ 125-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് ഫമൻ യുരിദുല്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അല്ലാഹു ആണ് നിങ്ങളുടെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് തുറന്നു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രത്യേകമായിട്ട് അനുഗ്രഹം നമുക്ക് നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ ഒരു വരദാനത്തിന് പ്രത്യേകമായിട്ട്